ഇന്ന് നമുക്ക് രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് ഒരിടം വരെ പോകാനുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. 2 ദിവസമായി നമ്മൾ പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കും. അപ്പോഴത്തേക്കും ചിലപ്പോൾ ചേട്ടായി വിളിക്കുന്ന സമയമാകുമ്പോഴേക്കും പൊന്നൂസ് കിടന്ന് ഉറങ്ങും. പിന്നെ ഉറങ്ങണ കണ്ടും സാരല്ല നാളെ മേടിക്കാം 2 ദിവസം നീട്ടു. പിന്നെ പെട്ടെന്ന് തന്നെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ടിന് കറിയൊന്നും ഉണ്ടാക്കിയില്ല, പഴം ഉണ്ടായിരുന്നു. വേഗം അതും കഴിച്ചു. ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞിപ്പേൻ്റെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. കാരണം 2 ദിവസമായിട്ട് ഭയങ്കര ചുമയായിരുന്നു. രാത്രിയായിരിക്കും കൂടുതൽ ചുമ അങ്ങനെയാണല്ലോ. തുടങ്ങിക്കഴിഞ്ഞാൽ മാറാൻ കുറച്ച് പാടായിരിക്കുമല്ലോ. ചേട്ടായിക്ക് ഇത് കഴിഞ്ഞ് ഓഫീസിലോട്ട് പോകണം. ഇവിടെ ആട്ടോ നമ്മൾ താമസിക്കണം, നമ്മുടെ ബിൽഡിങ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ തല്ലിപ്പടിച്ച് ഓടിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലോട്ട്. പക്ഷേ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് താമസം ഉണ്ടായിരുന്നു. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഡോക്ടറൊക്കെ വന്നത്. നമുക്ക് ടോക്കൺ തന്നിട്ടുണ്ട്. അത് വിളിക്കുന്നതനുസരിച്ച് നമുക്ക് അവിടെ പോയി ഏത് ഡോക്ടറെ കണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞ് ചീട്ടൊക്കെ എടുത്ത് അടുത്ത ടോക്കൺ എടുത്ത് ഡോക്ടറുടെ അടുത്ത് പോകണം കേട്ടോ. അപ്പോൾ ഡോക്ടറെ കണ്ടിറങ്ങിയപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കുറച്ച് കഫക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. ആവി ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ആവി ഏൽപ്പിച്ചു. മരുന്നും മേടിച്ചു. അപ്പോൾ ചുമയായതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് മരുന്നൊക്കെ തന്നു വിട്ടു. പതുക്കെ കുറയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇത് ചേട്ടായി ചോറാണെന്ന് പറഞ്ഞു. ചേട്ടായുടെ ചോറ് വന്നു. ഞാൻ പിന്നെ ചെറുതായിട്ടൊരു ബിരിയാണിന്ന് ഇവിടെ വന്നേ. പിന്നെ അങ്ങനെ കുറേ നാൾ ബിരിയാണി കഴിച്ചിട്ട് അതുകൊണ്ട് വെറുതെ ഒരു ബിരിയാണി മേടിച്ചാണ്. പക്ഷെ അത് തിന്നിട്ട് തീരുന്നില്ലായിരുന്നു. അപ്പോഴത്തേക്ക് സമയം ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടായി ഓഫീസിൽ പോകുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തു. ഇന്ന് ചേട്ടായിക്ക് ഓഫ് ഡേ ആയിരുന്നു. പക്ഷെ പെൻഡിങ് വർക്കൊക്കെ തീർക്കാൻ വേണ്ടി പോകാനിരുന്ന